ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കനിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയില, പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും ചിക്കന്, നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയി കിട്ടും ചിക്കന്. അപ്പോൾ ഇതൊരു മിനിമം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിന് നമുക്കൊരു ചാർക്കോൾ ഫ്ലേവർ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് കനലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതൊരു ബൗളിൽ വെച്ച് കൊടുത്ത് ഇതിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പുകയിക്കാം. നല്ലൊരു സ്മോക്കി ഫ്ലേവറാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടത്. ഇനി അതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ഓണിയൻ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളക്ക് ഒന്ന് നന്നായി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഏകദേശം ഒരു 10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്നും കൂടി വഴറ്റിയെടുക്കാം. ആ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവാൻ സ്റ്റാർട്ട് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് അതൊന്ന് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. തരിതരി പോലൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് തന്നെ അതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ചെറിയ പീസ് പട്ടയും കൂടി ചേർത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ആ പേസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് കളറൊന്ന് ചേഞ്ച് ആയി വരും. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയ പോലെ ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കന് പിടിച്ചിട്ടുണ്ടാവും. ഇനിയാണ് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് അടച്ചു വെച്ച് 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വരണം. അപ്പോൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.